ഈ രാജ്യം ഇങ്ങനെയാണോന്ന് തോന്നിപ്പോയി. അത്രയ്ക്കും വൃത്തികേട്. നോർത്ത് സ്റ്റേറ്റിൽ പോയിട്ട് ഞാൻ കുറച്ച് ഉള്ളോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യരെ ജീവിക്കുന്നത് കണ്ട ഇതിനകത്ത് എന്തോ പറയേണ്ട ഈ പന്നികൾ ഇങ്ങനെ ചെളിയിൽ കിടന്ന് ഇങ്ങനെ അഴുകി ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അതേപോലെയാണ് കുഞ്ഞുങ്ങളെ പോലും അതുപോലെയാണ് എനിക്ക് തോന്നിപ്പോയി. എന്തൊരു ദാരിദ്ര്യമുള്ള രാജ്യമാണ്. ഞാൻ വിചാരിച്ചു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം സ്വർഗം എന്ന് ഞാൻ അടിവരയിട്ട് പറയും. കേരളത്തിന്റെ മുഖ്യമന്ത്രി തലയുയർത്തി തന്നെ കിടക്കും. ഈ മഴുക്ക് ചാലില് ടോയ്ലറ്റിന്റെ സൈഡിൽ അതിന്റെ മാലിന്യം ഒഴുകുന്ന ഒരു സ്ഥലത്ത് ടോയ്ലറ്റ് പോകുന്ന അതിന്റെ സൈഡിൽ നിന്ന് കുക്ക് ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങളൊക്കെ കാണാം. നമുക്കും കുട്ടികളുണ്ട്, എനിക്കും കുഞ്ഞുണ്ട്, ശ്രീത്തിനുണ്ട്, നിങ്ങൾക്കും ഉണ്ട്, രാഹുൽ ഈശ്വറുണ്ട്. നമ്മളാരെങ്കിലും നമ്മളെ കുട്ടികളെ അങ്ങനെ വളർത്തുമോ? ഈ ചേരിന്റെ അടിയിൽ ടോയ്ലറ്റ് പോകുന്നതിന്റെ സൈഡിൽ കിടന്നുറങ്ങുന്നു. ആ മലമൊക്കെ അതുപോലെ അങ്ങനെ കിടക്കുകയാണ്. അതൊക്കെ കണ്ടിട്ട് പിന്നെ എനിക്ക് ആകെ എന്തോ പറയണ്ടേ, ഈ രാജ്യം ഇങ്ങനെയാണോന്ന് തോന്നിപ്പോയി. അത്രയ്ക്കും വൃത്തികേട്. നോർത്ത് സ്റ്റേറ്റിൽ പോയിട്ട് ഞാൻ കുറച്ച് ഉള്ളോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യരെ ജീവിക്കുന്നത് കണ്ട ഇതിനകത്ത് എന്തോ പറയേണ്ട ഈ പന്നികൾ ഇങ്ങനെ ചെളിയിൽ കിടന്ന് ഇങ്ങനെ അഴുകി ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അതേപോലെയാണ് കുഞ്ഞുങ്ങളെ പോലും അതുപോലെയാണ് എനിക്ക് തോന്നിപ്പോയത്. കാരണം അത്രയ്ക്കും കഴിക്കാനുമില്ല കുടിക്കാനുമില്ല, അങ്ങനെ അങ്ങ് കിടക്കുവാണ് കുറേ മനുഷ്യർ. എന്തൊരു ദാരിദ്ര്യമുള്ള രാജ്യമാണ്. ഞാൻ വിചാരിച്ചു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം സ്വർഗം എന്ന് ഞാൻ അടിവരയിട്ട് പറയും. കേരളത്തിന്റെ മുഖ്യമന്ത്രി തലയുയർത്തി തന്നെ കിടക്കും. കാരണം ഇന്നൊരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇപ്പൊ സ്റ്റേറ്റ് ഇറങ്ങിയില്ലെങ്കിൽ ആരെങ്കിലും ഒരു 10 പേര് അവിടെ 1 കിലോ അരിയെങ്കിലും കൊണ്ട് കൊടുക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ. അത്രയും സപ്പോർട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. പക്ഷേ ഈ മറ്റു സംസ്ഥാനങ്ങളിൽ പോയാൽ അത്രയും വൃത്തികേട് എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് ജീവിക്കുന്നില്ല. ഇങ്ങനെ എന്തോ മൃഗങ്ങൾ പോലും ഇതിനേക്കാളും വൃത്തിയായിട്ട് ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലത്തെ അഴുക്ക് ചാലുകളുടെ ഇടയിൽ ഞാൻ അതിനെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ക്യാമറയിലോട്ട് നോക്കാൻ പോലും എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. ഞാനൊരു താജ്മഹൽ കാണാൻ ആഗ്രഹിച്ചു, പക്ഷെ അവിടെ പോകാൻ എനിക്ക് ഒട്ടും മൂഡ് തോന്നില്ല. കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ആകെ